നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. പണ്ടൊരു മനുഷ്യനൊരു തത്തയെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ തത്തയ്ക്ക് ഒരു ചുമ പിടിച്ചു. എന്താണ് ചുമ? അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ തത്തയെ പരിശോധിച്ച് പറഞ്ഞു അതിന് ശ്വാസകോശത്തിന് എന്തോ കുഴപ്പമുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്ന് പറഞ്ഞു ഈ കുഞ്ഞു തത്ത എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, അതുകൊണ്ട് അദ്ദേഹം തത്തയുമായിട്ട് തിരിച്ചു. അതിനുശേഷം ഒരു ആയുർവേദ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ആയുർവേദ ഡോക്ടർ പറഞ്ഞു ഈ തത്തയ്ക്ക് കാര്യമായ കുഴപ്പമുണ്ട്, അതുകൊണ്ട് എണ്ണത്തോണി ഉണ്ടാക്കി ഈ തത്തയെ കിടക്കണമെന്ന് പറഞ്ഞു. അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരെ ഒരു ഹോമിയോ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. തത്തയുടെ ചുമ മാറാനായിട്ട് ഹോമിയോ ഡോക്ടർ പറഞ്ഞു ഒരു വർഷം നിരന്തരമായിട്ട് ഇങ്ങനെ ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞു. അതിങ്ങനെ ഒരു വർഷം മുടങ്ങാതെ ഗുളിക കഴിക്കുന്നത് വലിയ പ്രയാസമാണ്. അപ്പോൾ ഇത് വലിയ പ്രയാസമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന നാട്ടിലുള്ള ഒരു സിദ്ധന്റെ അടുക്കൽ, ഒരു സ്വാമിയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ച് തത്ത ഇങ്ങനെ ചുമയ്ക്കുകയാണ്, എന്ത് ചെയ്യണം? ഈ സ്വാമി കുറച്ചു നേരം തത്തയെ നോക്കി ഈ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ സിഗരറ്റ് വലി നിർത്താം. എന്താ പറഞ്ഞത്? സിഗരറ്റ് വലി നിർത്താൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു സിഗരറ്റ് വലി നിർത്തിയാൽ തത്തയുടെ ചുമ മാറുമോ? അതെ, മാറും. 3 മാസം കഴിഞ്ഞ ശേഷം നിങ്ങൾ വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 3 മാസത്തിന് ശേഷം സിദ്ധന്റെ അടുക്കൽ വീണ്ടും വന്നു. വന്നപ്പോൾ ചോദിച്ചു ചുമ മാറിയോ തത്തയുടെ? ചുമ മാറി. എന്തായിരുന്നു സംഭവം? ഇദ്ദേഹം സിഗരറ്റ് വലിച്ചിട്ട് ചുമ. അപ്പോൾ ഈ തത്ത എന്ത് ചെയ്തു? ചുമ അനുകരിക്കുകയായിരുന്നു. ചുമ അനുകരിക്കുകയായിരുന്നു. തത്തയ്ക്ക് ചുമയില്ലായിരുന്നു. പിന്നെന്താ ചെയ്തത്? ചുമ അനുകരിക്കുകയായിരുന്നു. വിവാഹം കഴിയുമ്പോൾ ഭാര്യ ഇരുന്ന് ആലോചിക്കും, ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അവൻ അരപ്പോലിരിക്കണം, അച്ഛനെ പോലെ ഇരിക്കണം. ഇല്ലയോ? ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ ഭാര്യ പ്രാർത്ഥിക്കും, ദൈവമേ ഇവൻ അച്ഛനെ പോലെ ആരും പറയുന്നില്ലല്ലോ പ്രാർത്ഥിക്കും, ആകല്ലേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ പ്രിയ മാതാപിതാക്കളോടാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. വളരുന്നത്. കന്യാകുമാരിക്ക് അടുത്ത് ശുചീന്ദ്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടാകുമല്ലോ. ശുചീന്ദ്രം ക്ഷേത്രത്തിന്റെ പ്രത്യേകത അത് കരിങ്കല്ലിലാണ് അതിന്റെ തൂണ് ഒക്കെ നിലനിൽക്കുന്നത്. എന്നാൽ ഈ മെയിൻ തൂണിന്റെ സൈഡിൽ 7 ചെറിയ തൂണുകളുണ്ട്. ആ തൂണുകളിൽ കൈകൊണ്ട് തട്ടിയാൽ സംഗീതം വരും. എന്ന് പറഞ്ഞാൽ സ രി ഗ മ അങ്ങനെയുള്ള സംഗീതം വരും. കരിങ്കല്ലിൽ നിന്നാണ് ഇത്തരം സംഗീതം വരും. പ്രിയമുള്ള കുഞ്ഞുങ്ങളുടെ പരിപാടി കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, കൊച്ചു കുഞ്ഞുങ്ങൾ അവർക്ക് കരിങ്കല്ലിൽ നിന്ന് സംഗീതം ഉതിരുന്ന പോലെ ഈ അധ്യാപകർ നല്ല ട്രെയിനിങ് നൽകുന്നു, നല്ല പാട്ടുകൾ പാടുന്നു, ഡാൻസ് കളിക്കും. പ്രിയമുള്ള അധ്യാപകരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയമുള്ള രക്ഷകർത്താക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു. 100 വർഷം പൂർത്തിയാകുന്ന ഈ സ്കൂളിന് എല്ലാവിധമായ ജഗദീശൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാങ്ങുന്നു.